യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. 2 കൊരിന്ത്യൻസ് 5:21 ശുഭാശ്ര വായിക്കും. ബാക്കിയുള്ള ശ്രദ്ധയോടെ ആയിരിക്കും. പാവം അറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം അറിയാത്തവന്റെ മേൽ പാപം അറിയാത്തവന്റെ മേൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം പാപത്തിന്റെ ഒരു ചെറിയ കണിക പോലും ഇല്ലാത്ത 100% മനുഷ്യനായി 100% ദൈവമായി ഭൂമിയിൽ നമ്മളുടെ ഒന്ന് പാർത്ത അല്ലെങ്കിൽ മാനവ രക്ഷയ്ക്ക് വേണ്ടി വചനമായ ദൈവം ഈ പ്രപഞ്ചത്തിൽ ഇറങ്ങി വന്നു. മനുഷ്യന് തുല്യമായി സകല വേദനകളെയും പ്രയാസങ്ങളെയും ഏറ്റുവാങ്ങിയ യേശു കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ ആ യേശു കർത്താവിന്റെ പ്രത്യേകത, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപത്തിന്റെ ഒരു ചെറിയ കണ്ടന്റ് പോലും ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായില്ല. പാപം അറിയാത്തവനെ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ അവനമേൽ ചുമന്നു. അതിനാണ് തമ്പുരാൻ എന്ത് ചെയ്തത്? ഈ ഭൂമിയിൽ വെളിപ്പെട്ടത്. അല്ലേ? എന്താണ് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ പിന്നിലെ ലക്ഷ്യം? അല്ലെങ്കിൽ വചനമായ ദൈവം മനുഷ്യനായി പ്രപഞ്ചത്തിൽ വന്നത് എന്തിനെന്ന് ചോദ്യത്തിന് ഉത്തരം തകർന്നുപോയ മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു ഭാഗമാണ് പവർ ആൻഡ് അതോറിറ്റി, ശക്തിയും അധികാരവും. ദൈവത്തിൽ നിന്നും മനുഷ്യനിലേക്ക് സപ്ലൈ ചെയ്യപ്പെട്ട അധികാരം ദൈവമായിട്ടുള്ള ബന്ധമില്ലാതായി മാറി. പാപത്തിന്റെ കർത്തൃത്വം മനുഷ്യനുമേലുണ്ടായപ്പോൾ ആ ശക്തിയും അധികാരവും മനുഷ്യന് നഷ്ടപ്പെട്ടു. ചെറിയത് മുതൽ വലിയ വരെ അവൻ ഭയപ്പെടുന്ന തലത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടു. ഭയം കൊണ്ട് നിറയപ്പെട്ട മനുഷ്യൻ, രോഗങ്ങളെ പേടിക്കുന്ന മനുഷ്യൻ, എല്ലാ മേഖലയിലും തലകുനിച്ചു പോകുന്ന മനുഷ്യൻ, ചതിയും വഞ്ചനയും നിറഞ്ഞ മനുഷ്യൻ, സാത്താന്റെ അധികാരങ്ങൾക്ക് സാത്താന്റെ പദ്ധതികൾക്കനുസരിച്ച് ചലിക്കുന്നവരെ അവൻ മാറി. അപ്പൊ സാത്താന്റെ ശക്തിയിൽ അകപ്പെട്ട മനുഷ്യനെ, മാനവകുലത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സർവശക്തനായ വചനമായ ദൈവം, സർവത്തിന്റെയും ഉടമസ്ഥനായവൻ, സർവത്തെ സൃഷ്ടിച്ചവൻ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി മനുഷ്യനായി പ്രപഞ്ചത്തിൽ കൃപയും സമാധാനമായി വന്നു പാർന്നു. അവൻ ക്രൂശിലൊരു പ്രവൃത്തിയെ തികച്ചു. ഹല്ലേലൂയ. ആ പ്രവൃത്തിയുടെ തികവിനെ സംബന്ധിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാനവരാശിയുടെ പാപത്തെ അവന്റെ മേൽ ചുമത്തപ്പെട്ടു. നമ്മളിതിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ക്രൂശിൽ ഒരു പരമയാഗം നടന്നു. ഒരാമയും പറഞ്ഞാണ് വാക്യം പൂർണ്ണമായി. സ്തോത്രം. എബ്രായർ 10-ാം അധ്യായം 16 മുതൽ 23 വരെ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് വായിക്കുന്നതായിരിക്കും. എബ്രായർ 10:16 മുതൽ 23 വരെയുള്ള വാക്യം വായിച്ചാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഹല്ലേലൂയ. ഹൃദയത്തിൽ ചിലത് എഴുതപ്പെട്ടവരെന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. വായിച്ചാണ്. അവരുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കയില്ല എന്ന് അരുൾ ചെയ്തു. ആ പാപങ്ങളുടെ മോചനത്തിനായി ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പാപങ്ങളെ ഒരുവൻ കാൽവരി കൊലക്കളത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു യാഗത്തിന്റെയോ ഇനി ഏതൊരു കർമ്മത്തിന്റെയോ ആവശ്യകതയില്ല. നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി കാൽവരി കൊലക്കളത്തിൽ പൂർത്തീകരിച്ചവനെ കുറിച്ചുള്ള അറിവിൽ നീ നിറഞ്ഞാൽ, ആ അറിവിൽ നിറഞ്ഞാൽ നിന്റെ മേലുള്ള സകല ബന്ധനങ്ങളും പൊട്ടിമാറുന്നത്. എത്രാമത്തെ വാക്യം വരെയായി? ആ വാക്യം വേഗമായി സാർ. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് എങ്ങനെ പ്രവേശനം സാധ്യമാകുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. എന്റെ മിടുക്കല്ല, നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങൾ ചെയ്തുകൊണ്ട് ഏതെങ്കിലും പ്രത്യേകമായ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിനകത്തേക്ക്
ആലയത്തിന്റെ അകത്തേക്ക്, ആ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് അവന്റെ രക്തത്തിലൂടെ മാത്രം. മനസ്സിലാക്കി ഒരു കർത്താവിനെ സ്തുതിച്ചാട്ട്. വായിച്ചാട്ട്. ആ, എങ്ങനെ പേടിച്ച് പറച്ചാൽ കയറി ചെല്ലുന്നത്? ധൈര്യത്തോടെ. ദൈവസന്നിധിയിൽ എങ്ങനെ വരുന്നത്? ധൈര്യത്തോടെ. എന്താ ധൈര്യത്തിന്റെ പിന്നിലെ അടിസ്ഥാനം? എന്താ? യേശുവിന്റെ രക്തം. എന്റെ കർത്താവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്ത ഞാനായിരിക്കുന്നു. കേട്ടുന്നുണ്ടോ? ഒരു ദുഷ്ടശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ പതിയിരിപ്പ് ശക്തി, ഒരു പതിയിരിപ്പ് ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്നേ. ഒരു വാഴ്ചകൾക്കും അധികാരികൾക്കും ദുഷ്ടശക്തികൾക്കും ഹല്ലേലൂയ എന്റെ കർത്താവിൽ നിന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. ഒരു ശക്തിക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ബോധ്യമുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തുതിച്ചാട്ട്. വാളിനോ വാഴ്ചക്കോ സംഘടന ശക്തികൾക്കോ സംഘബലങ്ങൾക്കോ നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. എന്റെ പിന്നിൽ വലിയൊരു കൂട്ടമില്ല, എനിക്ക് സംസാരിക്കാൻ വലിയ വലിയ ആൾക്കാരില്ല. വേണ്ടാട കുഞ്ഞെ, ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ തമ്പുരാൻ നിന്റെ കൂടെ ഉള്ളത്. അതിനപ്പുറത്തൊരു ഉറപ്പുണ്ടോ? വായിച്ചാട്ട്. ആ, നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിച്ചവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഉണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ല. എങ്ങനെ കർത്താവിന്റെ അടുത്തുന്ന? പരമാർത്ഥ ഹൃദയത്തോടെ, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ, ആ പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ എൻ്റെ അപ്പയുടെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി വന്നു കഴിഞ്ഞുവെന്ന ആ ഉറപ്പോടെ. ഹല്ലേലൂയ. പിശാച് പറയാ, ദുഷ്ടൻ പറയാ, ലോകക്കാർ പറയാ, നോക്കടാ മറുപടി ഇല്ലാത്ത മേഖല എത്ര എണ്ണോ കണ്ടോ? ലോകക്കാരൊക്കെ ജീവിക്കുന്നത് കണ്ടോ? ഈ വിശ്വാസം പറയുന്നത് നിനക്ക് ഇന്ത്യയിലെ മേഖലയിൽ മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടാകുമെന്ന്. മറുപടി വന്നതിനാ സ്തോത്രം. നിനക്ക് കാണാത്തൊരു മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എവിടെ നയിച്ച തീയമ്പാണോ അതിനെ തിരിച്ചയക്കുവാൻ കഴിവുള്ളവല്ലത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അത് ശക്തമായ ചിലതൊക്കെ അയക്കുന്നുണ്ട്. ഒരാഭിചാര ശക്തിക്കും ഒരന്ധകാര ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ആ ബോധ്യമുള്ള കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയൻസ് 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ എബ്രായർ 10 കുറച്ചുകൂടി വാക്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഫിലിപ്പിയൻസ് 2-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ സൂയിപാസ്റ്റർ വായിച്ചാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ആയി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തന്റെ പിതാവ് തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ. ഈ ദൗത്യശാസ്ത്രം എന്നൊരു ഭാഗം തിയോളജിക്കകത്ത് പഠിക്കാനുണ്ട്. ദൗത്യശാസ്ത്രം ഏതൊരു അപ്പോസ്തലനും ഏതൊരു ശുശ്രൂഷകനും അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ്. എന്തിനാണ് എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്? എന്ത് ദൗത്യത്തോടാണ് ഈ ഭൂമണ്ഡലത്തിലാക്കി വെച്ചിരിക്കുന്നത്? സർവശക്തനായ തമ്പുരാൻ, സർവവ്യാപിയും സർവശക്തനുമായവൻ ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ഒരു പദ്ധതിക്ക് വേണ്ടി. ആ പദ്ധതിയെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അനുസരണമുള്ളവനായി വേദനകളെ അവൻ സഹിച്ചു, എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഒരാമയും പറഞ്ഞാണ്. സ്തോത്രം. എത്രാമത്തെ വാക്യം വായിച്ചേ? 6, 7, 8 വായിക്കണം. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ വിടുതലിന് വേണ്ടി. പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എവിടുന്നാണ്? ആ രക്തം കൊണ്ടാണ്. ഒരാമയും പറഞ്ഞാട്ട്. അതിന്റെ 10-11 വാക്കുകൾ വായിച്ചാട്ട്. ഫിലിപ്പിയൻസ് 2-ന്റെ 10-11 വാക്കുകൾ.
ഫിലിപ്പിയൻസ് 2-ാം അധ്യായം 10-11 അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സർവ്വമുഴങ്കാൽ എന്ന് പറഞ്ഞ എല്ലാത്തിന്റെ മുഴങ്കാലിനെ മടക്കാൻ കഴിവുള്ള ഏക നാമം യേശുവയുടെ നാമം. ആ നാമത്തിന്റെ മഹത്വം നിന്റെ അകത്തിരിക്കുന്നെങ്കിൽ ഒരു ശക്തിക്കും നിനക്കെതിരായി എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. യോഹന്നാൻ 3:16. നമ്മൾ വളരെ സുപരിചിതമായ മിക്ക കോട്ടയം മീറ്റിങ്ങുകളിലും ഒക്കെ നമ്മുടെ കുഞ്ഞുവാസം എടുക്കുന്ന ഒരു ഭാഗമാണ് അവിടെ. യോഹന്നാൻ 3:16-17 വാക്യങ്ങൾ, 18 വാക്യങ്ങൾ. 3:16-17-18 വാക്യങ്ങൾ. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വിധിക്കാൻ എളുപ്പമാ അല്ലേ? വിധിക്കാൻ എളുപ്പം. ഇന്ന കാറ്റഗറിയുള്ളവരെല്ലാം മാറി നിൽക്കും. ഇത് വളച്ചു കെട്ടിയ തോട്ടം, ഇതിനെ കൊണ്ട് കയറാൻ പറ്റത്തില്ല, ഇതൊക്കെ പറയാൻ എളുപ്പമാ. പക്ഷെ യേശു ക്രിസ്തു കാണിച്ചത് മാർഗം അതല്ല. പിടികിട്ടുന്നുണ്ട്? സകല ബലഹീനരെയും ചേർത്ത് പിടിച്ച കർത്താവ്, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചവരെ ചേർത്ത് പിടിച്ച യേശു, ആ യേശുവിന്റെ സ്നേഹമാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിധിക്കാൻ കഴിയത്തില്ല, രക്ഷിക്കാനേ കഴിയത്തുള്ളൂ. യേശുവിന്റെ സ്നേഹം അകത്തിരിക്കുന്നവന് രക്ഷയുടെ മാർഗം മാത്രമേ മറ്റുള്ളവർ പങ്കുവയ്ക്കാൻ കഴിയത്തുള്ളൂ. വായിച്ചാട്ടെ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ആര് വിശ്വസിക്കുന്നവന്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വായിച്ചു. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. മനസ്സിലാകുന്നു? അപ്പൊ ന്യായവിധി ഇല്ലാതാകണമെങ്കിൽ ആരും വിശ്വസിക്കണം. ആരാ? യേശു കർത്താവ്. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന, പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിന്റെയും ശക്തികളെ നിങ്ങളെ മോചിപ്പിച്ച വചനമായ ദൈവം, ആ തമ്പുരാൻ നിന്റെ അകത്തിരിക്കുന്നില്ല. ഒരു വാഴ്ചയ്ക്കും ഒരു അധികാരത്തിന് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. നിന്നെ തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്നും ഒക്കെ വാദിക്കുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയ പിതാവേ, കർത്താവേ, ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മേഖലകളുടെ ശക്തി വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. പരാജിതനല്ല, ജയാളിയാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രഖ്യാപിക്കുവാൻ ഓരോരുത്തർക്കും ഇടവരണമേ എന്നറിയി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ലോകത്തെ വിധിപ്പാനല്ല, രക്ഷിപ്പാനോ. ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അതേ പദ്ധതിയെ നിങ്ങളിൽ നിന്ന് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ.